ഹായ് സ്റ്റുഡൻസ്, ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ജേർണലൈസിങ് കഴിഞ്ഞു ലെഡ്ജറിലേക്ക് പോസ്റ്റിങ്ങും ചെയ്തതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടിലെ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഇതിലേക്ക് ട്രയൽ ബാലൻസിലേക്ക് ആവശ്യം വരുന്നില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഉള്ള ലെഡ്ജർ അക്കൗണ്ട്, അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്. അതായത് ബാലൻസ് ഫ്രം ക്യാഷ് ബുക്ക് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും. അതായത് ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ടാണ് പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ ഫോർ ദ ഇയർ എൻഡ് അല്ല. കാരണം ട്രാൻസാക്ഷൻ നോക്കി ജേർണലൈസ് ചെയ്തു, അതിനുശേഷം പോസ്റ്റിങ്ങും നടത്തിയതിന് ശേഷമാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കോളം നെയിം ഓഫ് അക്കൗണ്ട് ഓർ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ്, ദെൻ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. നെയിം ഓഫ് അക്കൗണ്ടിൽ ലെഡ്ജറിൻ്റെ പേരാണ് ചെയ്യുന്നത്. ലെഡ്ജർ ഫോളിയോയിൽ ഈ ഐറ്റം ലെഡ്ജറിൽ ഏത് പേജിലാണോ ഉള്ളത് അതാണ് ലെഡ്ജർ ഫോളിയോയിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ ഡെബിറ്റ് എമൗണ്ട്, അതായത് ഇവിടെ തരുന്ന ഐറ്റത്തിന് ഏത് ബാലൻസ് ആണോ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ, അതാണ് ഈ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ലെഡ്ജർ നോക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കും. സാധാരണയായിട്ട് ട്രയൽ ബാലൻസിൽ എല്ലാ അസറ്റും, അതായത് അസറ്റായിട്ട് വരുന്ന അക്കൗണ്ടും എക്സ്പെൻസ് ആയിട്ട് വരുന്ന അക്കൗണ്ടിനും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ഡെബിറ്റ് കോളത്തിലായിരിക്കും അതിൻ്റെ എമൗണ്ട് ഇടേണ്ടത്, അതിൻ്റെ ബാലൻസ് ഇടേണ്ടത്. അതുപോലെ ലാബിലിറ്റീസ് ആൻഡ് ഇൻകം അത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലായിരിക്കും വരും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഐറ്റം എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് ഐറ്റംസ്, അതിന് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പറയാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെബിറ്റേഴ്സ്, ഇത് മൂന്നും അസറ്റാണ്. അതുകൊണ്ട് അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഡെബിറ്റ് കോളത്തിൽ. ദെൻ മൂന്നും അസറ്റാണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്, അത് ലാബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. സെയിൽസ് ഇൻകം ആയതുകൊണ്ട് അതും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ. ദെൻ സെയിൽസ് റിട്ടേൺ, സെയിൽസിൻ്റെ നേരെ കോൺട്രാ ഐറ്റമായിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് സെയിൽസ് റിട്ടേൺസ് വരുന്നത്. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ. പർച്ചേസ് ഡെബിറ്റ് ആണ്, പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ്. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്, അത് ക്രെഡിറ്റ് കോളത്തിൽ. ദെൻ ഡ്രോയിങ്സ് സാധാരണയായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് അത് ലാബിലിറ്റി സൈഡിൽ എഴുതുന്നുണ്ടെങ്കിലും അവിടെ മൈനസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല, ഡെബിറ്റ് ചെയ്യണം. ദെൻ ബിൽസ് റിസീവബിൾ അസറ്റാണ് ഡെബിറ്റ് കോളത്തിൽ. ബിൽസ് പേയബിൾ ലാബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് കോളത്തിൽ. ദെൻ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റാണ് വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിൽ സാധാരണ കാണിക്കാറില്ല, അത് താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണിക്കാറ്. ദെൻ ബാങ്ക് ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ്, അത് ലാബിലിറ്റി ആണ്, ബാങ്കിനോടുള്ള ലാബിലിറ്റി, അത് ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ്, ഇതൊക്കെ എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. റെൻറ്റ് പെയ്ഡ്, സാലറി, ഇൻട്രസ്റ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇതൊക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ. ദെൻ കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻകം ഓർ ഗെയിൻ, അതുകൊണ്ട് അത് ക്രെഡിറ്റ് കോളത്തിൽ. ദെൻ ഗുഡ് വിൽ അസറ്റാണ്. വെഹിക്കിൾ, ഫർണിച്ചർ, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് കോളത്തിലിട്ടു. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുന്നേ എക്സ്പെൻസ് പേ ചെയ്യാം, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അത് ഡ്യൂ ഡേറ്റ് ആവുന്നത് വരെ അത് അസറ്റ് ആയിരിക്കും. ദെൻ അക്രൂഡ് ഇൻകം അതുപോലെ തന്നെ അസറ്റാണ്. ദെൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിന് മേലെ മാറ്റി വെക്കുന്ന ഐറ്റം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അത് ഡെപ്റ്റേഴ്സിൻ്റെ മേലെയാണ് ക്രിയേറ്റ് ചെയ്യുക. അതപ്പോൾ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ മേലെ ഡെപ്റ്റേഴ്സ് അസറ്റാണ്, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട്, അതായത് പ്രൊവിഷൻ, നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ലാബിലിറ്റി വരുവാണെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്രൊവിഷനാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതും ലാബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ. റിസർവ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്, ഇക്വിറ്റിയാണ്, അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും, അതായത് ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യണം.
ടോട്ടൽ ചെയ്തതിന് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ജേണൽ നോക്കിയിട്ട് ലെഡ്ജർ പോസ്റ്റ് ചെയ്തത് കറക്റ്റായി, അല്ലെങ്കിൽ ലെഡ്ജറിൻ്റെ ബാലൻസ് വെച്ചിട്ട് ട്രയൽ ബാലൻസ് ചെയ്തത് കറക്റ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ. അരിത്തമാറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.